ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറേ നാളിന് ശേഷം ഒരു ഫ്രഷ് ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രേപ്സ് ആണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ഉപ്പിട്ട് കഴുകി ഫ്രിഡ്ജ് വെച്ചിരുന്ന ഗ്രേപ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു കുരു പോലും ഇല്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് നേരെ അങ്ങ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ഇച്ചിരി വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം, അത്രയും വെള്ളം മതിയാവും. അത്രയും വെള്ളം ഒഴിക്കാം. അതിനുശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കണം. അടച്ചു വയ്ക്കുന്നതിന് മുമ്പേ ഈ പഞ്ചസാര നന്നായിട്ട് അലിയ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു തിള വരും. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അടപ്പിനകത്തൂടെ തന്നെ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റിയല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് മുന്തിരി നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് നല്ല മണമാണ്. ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. പക്ഷേ നല്ല ഗ്രേപ്പ് കളർ എന്ന് പറഞ്ഞാൽ നല്ല വയലറ്റ് കളറായിട്ട് നല്ല തിള വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ട് ഈ മുന്തിരിയുടെ തൊലിയൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. ആ ഒരു പരുവം വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൂടെ ഇങ്ങനെ നന്നായിട്ടെന്ന് പറയുന്നത് ബോറാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഓക്കെ. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം അത് വെന്തിരിക്കുകയാണല്ലോ, അത് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഓക്കെ. നമ്മൾ വെളിച്ചിരുന്ന വെള്ളം കുറച്ച് കട്ടിയായിരുന്നു കേട്ടോ, ഐസ് കട്ടിയായി. അപ്പോൾ അതും കൂടെ നമ്മളിനകത്ത് ചേർത്ത്, അല്ലെങ്കിൽ ചൂടോടെ നമുക്ക് മിക്സിക്കകത്തോട്ട് വെച്ച് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ചേട്ടൻ്റെ മോളതിൻ്റെ ഇടയിൽ കൂടെ കൈയൊക്കെ കാണിച്ച് അവൾ എൻ്റെ കൂടെ എപ്പം ഞാൻ എന്ത് സാധനം ഉണ്ടാക്കാൻ നിന്നാലും എൻ്റെ കൂടെ വരും കേട്ടോ. കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം. അയാൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാട്ടോ. കൊച്ചുമോളാണേ. അപ്പോൾ അതേ തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് ഐസ് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം എടുക്കാതെ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് അടിച്ചെടുക്കണം. എന്നിട്ട് ആ വെള്ളം നമ്മൾ മാറ്റി വെക്കണം. ആ വെള്ളം നമ്മൾ ഇത് അരിച്ചെടുക്കുമ്പം അതിലേക്ക് നമുക്ക് വെള്ളവും കൂടി അരിച്ച് ചേർക്കണം. അപ്പം നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇല്ലെങ്കിൽ കുറുകിയിരിക്കുന്ന ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ മിക്സിയിൽ അടിച്ച് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. മറ്റേ വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ചുകൂടി തണുത്ത വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഇച്ചിരിയൂടെ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് വേറെ പഞ്ചസാര ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. 1 ലിറ്റർ കൂടുതൽ എനിക്ക് കുപ്പിയിലും കിട്ടി, ഇത് ഗ്ലാസ്സിലും കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സമ്മറിൽ അടിപൊളിയാണ്.